എവിടെ വേണമെങ്കിലും, ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ജനിക്കാം. അതെ. ഈ ജന്മത്തിൽ അദ്ദേഹം ജനിച്ചത് US-ലാണ്. പഞ്ചകോശങ്ങളിൽ നമ്മൾ ആനന്ദമയ കോശത്തിലോട്ട് എത്തിപ്പെടും. ഒരുപക്ഷെ മൊമെന്ററി ആയിട്ട് മാത്രമായിരിക്കും നമ്മളൊന്ന് ചിരിക്കുക, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനും നമുക്കൊരല്പസമയം മാത്രമാണ് സന്തോഷം തരാൻ കഴിയുക. അതെ. കുഞ്ഞു പ്രായത്തിലെ നമ്മൾ എല്ലാവരും ശീലിച്ചിട്ടുള്ളത് എന്താണ്? നമ്മൾ മോശക്കാരാണ്, അല്ലെങ്കിൽ നിസാരനായ മനുഷ്യൻ, ഇത്തരം വാക്കുകൾ കേട്ടിട്ടുണ്ടോ? അതെ അതെ. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഒരു അമ്മ കുഞ്ഞിനെ നോക്കിയിട്ട് പറയാണ് നീ നന്നാവില്ല എന്ന് പറയുമ്പോൾ ആ വാക്ക് കുഞ്ഞ് അത്രത്തോളം വിശ്വസിക്കുകയാണ്. അത് തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളായിട്ട് വരാറുണ്ട്. നാം എന്തു പറയുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. എപ്പോഴും നമ്മൾ സങ്കടത്തോടു കൂടിയും ദുഃഖത്തോടു കൂടിയും. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആക്സിസ് കോൺഷ്യസ്നസ് സർട്ടിഫൈഡ് ഫെസിലിറ്റേറ്ററും പിന്നെ അതേപോലെ തന്നെ ആക്സിസ് ബാർ ഫെസിലിറ്റേറ്ററും ആക്സിസ് ഫേസ് ലിഫ്റ്റ് ഫെസിലിറ്റേറ്ററുമായിട്ടുള്ള ബ്യൂട്ടി ഗവേനിയ മാഡമാണ്. നമസ്കാരം മാം. മാഡം, എന്താണ് ആക്സിസ് ബാർ? ആക്സിസ് ബാസ് എന്ന് പറയുന്നത് ആക്സിസ് കോൺഷ്യസ്നസിന്റെ ഒരു ശാഖയാണ്. നമ്മുടെ ശിരസിൽ തന്നെ 32ഓളം ബാർസ് പോയിന്റ് ഉണ്ട്. ഈ ബാർസ് പോയിന്റിലാണ് നമ്മുടെ ചിന്തകൾ, ഇമോഷൻസ്, ഫീലിങ്സ് ഇതെല്ലാം സ്റ്റോർഡ് ആയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുള്ള പല ചിന്തകളാണല്ലോ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. അതെ. പലപ്പോഴും നമുക്ക് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം കൈവിട്ടു പോകാറുണ്ട്. എന്നാൽ ആക്സിസ് ബാസ് എന്ന് പറയുന്നത് ഈ 32 പോയിന്റ്സിനെയാണ് ബാസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശിരസിലുള്ള 32 പോയിന്റ്. 32 പോയിന്റും 32 വ്യത്യസ്തമായ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ആ പോയിന്റ്സിൽ നമ്മൾ നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട്, വിരലുകൾ കൊണ്ട് ജനറലായിട്ട് സ്പർശിക്കുമ്പോൾ കുറച്ച് അഫർമേഷൻസ് ഉണ്ട്. അത് പറയുന്ന സമയത്ത് നമ്മൾ സ്റ്റോർഡ് ആയിരിക്കുന്ന എല്ലാ ചിന്തകൾ, ഇമോഷൻസ്, ഫീലിങ്സ് ഇതെല്ലാം റിലീസ് ആവാൻ തുടങ്ങും. നമ്മൾ വളരെ ശാന്തരാവാൻ തുടങ്ങും, ഹാപ്പി ആവാൻ തുടങ്ങും. ഒരു ഹാപ്പിനെസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സത്യത്തിൽ നമ്മൾ വളരെ വളരെ വളരെയധികം ശക്തിയുള്ളവരാണ് ഓരോ മനുഷ്യരും. എന്നാൽ മനുഷ്യർക്ക് മാത്രമാണ് നമ്മെക്കുറിച്ച് ഒരു അവബോധം ഇല്ലാത്തത്. നമ്മൾ എത്രത്തോളം ശക്തിയുള്ളവരാണെന്നും നമ്മൾ ഓരോരുത്തരും ഒരു ഇൻഫിനൈറ്റ് ബീയിങ് ആണെന്നുമുള്ളൊരു യാതൊരു ബോധ്യവും നമുക്കില്ല. നമ്മളെപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുക. പക്ഷെ നമ്മൾ എന്തിനീ ഭൂമിയിൽ വന്നു, ഇത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും, അങ്ങനെയുള്ളൊരു സ്റ്റഡീസൊക്കെ വളരെ കുറച്ചാണ് നടക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്പിരിച്വൽ ഗുരുക്കന്മാരുടെ കീഴിൽ മാത്രമാണ് നടക്കുക. അങ്ങനെ അന്വേഷിച്ച് പോകുന്നവർക്ക് മാത്രമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ കടന്നു വരുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റിയിരുന്ന ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഇന്ന് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് കൊണ്ട് സകലർക്കും അറിയാം നമ്മൾ അനേകം ജന്മങ്ങൾ കടന്നു വരുന്നവരാണ്, അനേകം ജന്മങ്ങളിലൂടെ യാത്ര ചെയ്തു വരുന്നവരാണ് എന്ന് പലർക്കും അറിയാം. അറിയില്ലാത്തവർക്ക് റിസർച്ച് ചെയ്താൽ അറിയാൻ കഴിയും. ഹവെവർ ആ കാലഘട്ടങ്ങളിലൂടെയെല്ലാം നമ്മൾ കടന്നു വന്ന സഞ്ചരിച്ച കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ശേഖരിച്ചു വെച്ച ഓരോ അറിവും ഇമോഷൻസും ചിന്തകളും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ അനന്തമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ സ്റ്റോർഡ് ആണ്. അതൊക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും വിൽ ബി ജസ്റ്റ് ബി ഹാപ്പി. അതായത് പഞ്ചകോശങ്ങളിൽ നമ്മൾ ആനന്ദമയ കോശത്തിലോട്ട് എത്തിപ്പെടും. അന്നമയ കോശവും പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും കഴിഞ്ഞ് ഏറ്റവും ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഉണ്ട്, ആനന്ദമയ കോശം എന്ന് പറയും യോഗജ്ഞാനത്തിൽ. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ മനുഷ്യനും ഓരോ ഇൻഫിനിറ്റ് ബീയിങ്ങും ആയിരിക്കേണ്ട യഥാർത്ഥ രൂപം എന്ന് പറയുന്നത്, രൂപം എന്നല്ല പറയാ, യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് ആനന്ദമയ കോശമാണ്, ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ആണ്, ഒരു പരമാനന്ദം സ്റ്റേറ്റ് ആണ്. ഓക്കെ, ആ ഒരു അവസ്ഥയാണ് നമ്മൾ എല്ലാവരും ആയിരിക്കേണ്ടത്. പക്ഷേ നമ്മളെല്ലാവരും ദുഃഖത്തിലാണ്. നമ്മുടെ ചുറ്റിനുള്ള എല്ലാവരെയും നോക്കിയേ, എല്ലാവരും പ്രയാസത്തിലാണ്. ചിരിക്കുന്ന മുഖങ്ങളുണ്ടോ നമ്മുടെ ചുറ്റിനും? ഒരുപക്ഷെ മൊമെന്ററി ആയിട്ട് മാത്രമായിരിക്കും നമ്മളൊന്ന് ചിരിക്കുക, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനും നമുക്കൊരല്പസമയം മാത്രമാണ് സന്തോഷം തരാൻ കഴിയുക. കാരണം പെർമനന്റ് ആയിട്ടുള്ളൊരു സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. അതെടുക്കാനായിട്ട് സഹായിക്കുന്ന, അതിലോട്ട് എത്തിപ്പെടാനായിട്ട് സഹായിക്കുന്ന ഒരു വിദ്യയാണ് ആക്സിസ് ബാസ്.
ഈ ആക്സിസ് ബാസും റേക്കിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ആക്സസ് ബാസും റേക്കിയും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. റേക്കിൽ യൂസ് ചെയ്യുന്ന നമ്മൾ യൂണിവേഴ്സൽ എനർജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പല മാസ്റ്റേഴ്സിൻ്റെയും എനർജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഹീൽ ചെയ്യാനായിട്ട്. എന്നാൽ ആക്സസ് കോൺഷ്യസ്നെസ്സിലൂടെ കടന്നു പോകുമ്പോൾ, ആക്സസ് ബാസ് പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുവനിൽ തന്നെയുള്ള ചൈതന്യത്തെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് ചൈതന്യമുള്ളവരാണ്. അതെ. റഷ്യൻ സയൻറ്റിസ്റ്റായ അലക്സാണ്ടർ ഗുർവിച്ച് 1920s ഒരു കണ്ടുപിടുത്തം നടത്തി. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ബയോഫോട്ടോൺസ് ഉണ്ട് എന്നുള്ളത്. 1920s ആ കണ്ടുപിടുത്തം നടത്തുന്നത്. അതിന്റെ അർത്ഥം നമുക്കത് നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നല്ല. നമ്മളിൽ എല്ലാവരിലും ഈ ബയോഫോട്ടോൺസ് ഉണ്ട്. ഈ ബയോഫോട്ടോൺസ് ആണ് സൂര്യനിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന കാര്യം. നമ്മളിൽ എല്ലാവരിലുമുള്ള ഈ ബയോഫോട്ടോൺസ് ദിസ് ഹെൽപ്സ് ടു ഹീൽ. ആ ഒരു മേഖലയിലോട്ട് നമുക്ക് എല്ലാവർക്കും നാച്ചുറൽ ആയിട്ട് തന്നെ ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമ്മളത് ഉണർത്തിയെടുക്കാറില്ല. വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഉണർത്തിയെടുക്കാറ്. പലർക്കും ആ കഴിവ് തന്നെ അറിയില്ല. നമ്മളൊരു നാച്ചുറൽ കപ്പാസിറ്റി ഉണ്ട് എന്ന കഴിവ് പോലും നമുക്കറിയില്ല. അത്തരത്തിലുള്ള പഠനങ്ങൾ കുറവാണ്. കുഞ്ഞു പ്രായത്തിലെ നമ്മളെല്ലാവരും ശീലിച്ചിട്ടുള്ളത് എന്താണ്? നമ്മൾ മോശക്കാരാണ്, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തുനിന്നും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ മോശമാണ്, പാപികളാണ് എന്ന് നിരന്തരം പാറ്റേൺ ചെയ്തിട്ടിരിക്കും. മനുഷ്യൻ, നിസാരനായ മനുഷ്യൻ, ഇത്തരം വാക്കുകൾ കേട്ടിട്ടുണ്ടോ? അതെ അതെ. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് വിധിക്കലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ജഡ്ജ്മെന്റ് ആണ്, സപ്രസ് ചെയ്യാണ്. ഓരോ ജഡ്ജ്മെന്റിനും ഓരോ വിധിക്കലുകൾക്കും നമ്മുടെ ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഒരു അമ്മ കുഞ്ഞിനെ നോക്കിയിട്ട് പറയാണ് നീ നന്നാവില്ല എന്ന് പറയുമ്പോൾ ആ വാക്ക് കുഞ്ഞ് അത്രത്തോളം വിശ്വസിക്കുകയാണ്. അത് തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളായിട്ട് വരാറുണ്ട്. പലപ്പോഴും അച്ഛനും അമ്മയും അറിയാതെ പറഞ്ഞു പോകുന്ന വാചകം അതുപോലും കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട് എങ്കിൽ നിരന്തരം നമ്മൾ അടിമകളാണ്, നമ്മൾ ഒരു ശക്തിയും ഇല്ലാത്തവരാണ്, നമ്മൾ നിസ്സാരരാണ്, നമ്മൾ പാപികളാണെന്ന് പറയുമ്പോൾ ഇത് തന്നെ കേട്ട് ശീലിച്ചിട്ടുള്ള നമുക്ക് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ശക്തി ഉണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ കഴിയില്ല. ഈ ലോകത്ത് നമ്മൾ എല്ലാറ്റിനെയും വിശ്വസിക്കും, എന്തും വിശ്വസിക്കാൻ ഒരുപക്ഷെ തയ്യാറായിരിക്കും. എന്നാൽ നമ്മുടെ ഉള്ളിലെ ശക്തി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഏറെ പ്രയാസം തന്നെയാണ്. ഹവർ അതീവ ശക്തികൾ അടങ്ങുന്ന ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ബീയിങ് ആണ് നമ്മൾ ഓരോരുത്തരും. അനന്തമായ ശക്തിയാണ് നമ്മൾ ഓരോരുത്തരും. ആ ആനന്ദകരമായിട്ടുള്ള അവസ്ഥയിലോട്ട് എത്തിപ്പെടാൻ സഹായിക്കുന്ന ധാരാളം പ്രോസസ്സുകൾ അടങ്ങിയ സ്റ്റേറ്റ്മെന്റ്സും മന്ത്രാസും ഒക്കെ അടങ്ങിയ ഒരു പഠനശാഖയാണ് ആക്സസ് കോൺഷ്യസ്നസ്. ഓക്കെ. അപ്പം ആക്സസ് കോൺഷ്യസ്നെസ്സിൽ ആക്ച്വലി ഈ ആക്സസ് ബാർ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ മന്ത്രശാഖകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? മന്ത്രങ്ങൾ അതിൽ വരുന്നുണ്ടോ? ആക്ച്വലി മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഇംഗ്ലീഷിലാണ്. ഈ ഇംഗ്ലീഷും നമ്മുടെ സംസ്കൃതം പോലെയും അതുപോലെ തന്നെ തമിഴ് പോലെയും ഒരു ഏൻഷ്യൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അവരതിനെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആക്സസ് കോൺഷ്യസ്നസിന്റെ all of life comes to me with ease, joy and glory എന്ന് പറയുന്ന ഒരു അമേസിങ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് നമുക്ക് അവർ ഇംഗ്ലീഷിൽ പറയുന്നത് കൊണ്ട് ഇതിനെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു, ആ ഭാഷയിലായതുകൊണ്ട് നമുക്കിതിനെ മന്ത്രം എന്ന് പറയാം. ഈ വാചകം നിരന്തരം പറയുന്നതിലൂടെ പോലും ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആൽഫ സ്റ്റേജിലിരിക്കും, അതായത് അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് ഒരു 10 തവണ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു 10 തവണ ഈ സ്റ്റേറ്റ്മെന്റ് മന്ത്ര ഒരു പക്ഷെ പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മന്ത്ര എന്ന് പറയാം. കാരണം നമ്മൾ ഭാരതത്തിലുള്ളവരാണല്ലോ, അല്ലെങ്കിൽ മലയാളികളാണല്ലോ ഇത് കാണുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കൊണ്ട് തന്നെയും ഓൾ ഓഫ് ലൈഫ് കംസ് ടു മീ വിത്ത് ഈസ്, ജോയ് ആൻഡ് ഗ്ലോറി, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിലൂടെ തന്നെ നമ്മുടെ ജീവിതം ഒരുപാട് തലങ്ങളിൽ ഉയരാൻ തുടങ്ങും. കാരണം നമ്മളെപ്പോഴും നമ്മളെ ബ്ലെസ് ചെയ്യാണ്, നമ്മളെപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ വാക്കുകൾക്ക് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ തത്വമസി എന്ന് ആദിശങ്കരാചാര്യർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകുമോ എന്നറിയില്ല. നാം എന്തു പറയുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും.
എപ്പോഴും നമ്മൾ സങ്കടത്തോടു കൂടിയും ദുഃഖത്തോടു കൂടിയും സ്വയം ശപിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ എപ്പോഴും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് തന്നെ, ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളെ തന്നെ സ്വയം അനുഗ്രഹിക്കുകയാണ്. കാരണം മറ്റുള്ളവർ നമ്മൾ അനുഗ്രഹിക്കും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടേ ഉള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ. സോ നമ്മളെ തന്നെ സ്വയം അനുഗ്രഹിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഉയരങ്ങളിലെത്തി. ഓക്കെ, ഈ ആക്സസ് ബാറിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന്, ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഒരു? ഓക്കെ, ഇത് ഗാരി എം ഡഗ്ലസ് എന്ന് പറയുന്ന ഇപ്പോൾ ഈ ജന്മത്തിൽ അമേരിക്കയിൽ ജനിച്ചൊരു പൗരൻ ചാനലൈസ് ചെയ്ത് നേടിയെടുത്ത അറിവാണ് ഈ നമ്മുടെ ശിരസിലെ 32 പോയിന്റ് എന്നുള്ളത്. ഈ ജന്മത്തിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം പല ജന്മങ്ങളിൽ ഇന്ത്യയിലായിരുന്നു, ഭാരതത്തിലായിരുന്നു. അദ്ദേഹം ഒരു ക്ലാസ്സിനകത്ത് ഞങ്ങളോട് ഷെയർ ചെയ്യുകയുണ്ടായി. പല പല യാത്രകളിൽ, പല രാജ്യങ്ങളിൽ, പല ഭൂഖണ്ഡങ്ങളിൽ ജനിച്ച് എവിടെ വേണമെങ്കിലും, ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ജനിക്കാം. ഈ ജന്മത്തിൽ അദ്ദേഹം ജനിച്ചത് US-ലാണ്. അദ്ദേഹം ചാനലൈസ് ചെയ്ത് കണ്ടെത്തിയതാണ് നമ്മുടെ ശിരസിൽ തന്നെ 32 പോയിന്റ് ഉണ്ട് എന്നും ഈ 32 പോയിന്റിലൂടെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റിക്കൽ ഡിസ്ചാർജ് സംഭവിക്കുന്നുണ്ടെന്നും നമ്മൾ എക്കോസ്റ്റിക്കൽ വേവ്സ് എന്ന് പറയുമ്പോൾ പക്ഷികളും മൃഗങ്ങളും നേച്ചർ ആയിരിക്കുന്ന ഒരു വേവ്സ് ഉണ്ട്, ആ തലങ്ങളിലോട്ട് നമ്മൾ എത്തിപ്പെടുമെന്നും അത് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സഹായകരം ആകും എന്നുള്ളത് ഇദ്ദേഹം ചാനലൈസ് ചെയ്ത് കണ്ടെത്തിയ ഒരു അറിവാണ്, ബോധ്യമാണ്.